ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീനി വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വാഴപ്പിണ്ടി തോരൻ ഉപ്പേരിയുടെ റെസിപ്പിയും ആയിട്ടാണ് കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഈ വാഴപ്പിണ്ടി തോരൻ. വാഴപ്പിണ്ടിയുടെ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ധാരാളം നാരുകൾ, പൊട്ടാസ്യം എന്നിവ അടങ്ങിയതുകൊണ്ട് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും അതോടൊപ്പം തന്നെ വൃക്കയിലെ കല്ല് പൊടിഞ്ഞ് അത് പരിഹരിക്കപ്പെടാനും ഇത് മികച്ചതാണ്. ഡോക്ടേഴ്സിൻ്റെ ഉപദേശം മാത്രമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ആദ്യം മുതലേ കഴിച്ച് ശീലിച്ച ഒരു ഭക്ഷ്യവസ്തു കൂടിയാണല്ലോ. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ, അതേപോലെ പ്രമേഹം നിയന്ത്രിക്കാൻ ഒക്കെ ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ ദഹനം സുഗമമാക്കാൻ ഒക്കെ ഇതിനൊക്കെ നമ്മുടെ ശരീരത്തെ സഹായിക്കാൻ ഉത്തമമായിട്ടുള്ള ഒരു മരുന്ന് കൂടിയാണ് നമ്മുടെ വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. പൊട്ടാസ്യവും വിറ്റാമിൻ B6 ഇതിൽ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൈപ്പർ ടെൻഷൻ പോലുള്ള നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാനും ഒക്കെ നമ്മുടെ വാഴപ്പിണ്ടി വളരെ സഹായകരമാണല്ലോ. ശരീരത്തിലെ ആസിഡിൻ്റെ അളവ് നിയന്ത്രിച്ച് നെഞ്ചരിച്ചൽ, അൾസർ എന്നിവ ഉള്ളവർക്കത് ആശ്വാസം നൽകാനും ഈ കെങ്കേമനെ കൊണ്ട് വളരെ ഉപകാരമുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഗുണഗണങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മുടെ വാഴപ്പിണ്ടി ഒന്ന് നമുക്ക് തോരൻ വെച്ച് നോക്കിയാലോ. തോരൻ വെക്കാനായിട്ട് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഞാനീ വെക്കുന്ന രീതിയിലാണോ എല്ലാവരും വെക്കുന്നതെന്നിട്ട് അതും അറിയില്ല കേട്ടോ. ചിലർ മുതിര, ചെറുപയർ ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പേരി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ വെക്കുന്നത്. പിന്നെ നമുക്കിത് ഏത് സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഭക്ഷ്യവസ്തു കൂടിയാണ് ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെനിക്ക് അടുത്ത വീട്ടിൽ നിന്ന് അവർ കൊണ്ടു തന്നതാണ് കേട്ടോ. ഞങ്ങളുടെ ഓണർ കൊണ്ടു തന്നതാണേ. അപ്പോൾ ഇത് പൂവൻ വാഴയുടേതാണ്. നമുക്ക് നേന്ത്രവാഴയുടേതും വെക്കാം, പൂവൻ വാഴയുടേതും വെക്കാം. പൂവൻ വാഴേൻ്റെതാകുമ്പം ചെറുതായിട്ടൊരു പൊടി കൂടെ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു പൊടി പോലെ ഉണ്ടാകും. മറ്റേത് കുറച്ച് ജലാംശം കൂടുതലായിരിക്കും നേന്ത്രവാഴയുടേത് വെക്കുമ്പോൾ. അപ്പം നമുക്കിത് എങ്ങനെ വെക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം അല്ലേ. ആദ്യം ഞാനതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം അതിൻ്റെ നൂലൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം ഓരോന്നും നൂലെടുത്ത് അത് ചുറ്റി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ അരിയുന്നത്. അപ്പോൾ ഇത് അരിയുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് കഴുകുമ്പോൾ കുറച്ചുകൂടെ ജലാംശം കൂടുതലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അരിയുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്നിട്ടാണ് ഞാനിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുത്ത കഷ്ണങ്ങൾ കുനുകുനാന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. എത്ര ചെറുതായി അരിയുന്നുവോ അത്രയും നമുക്ക് കഴിക്കാൻ അതിൻ്റെ ടേസ്റ്റും കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ചിലരൊക്കെ ഉപ്പിലിടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ശരീരത്തിന് ഈ ഉപ്പും അതിൻ്റെ കൂടെ പുളിയൊക്കെ ചേരുമ്പോൾ ശരീരത്തിന് അതേപോലെ അൾസറൊക്കെ പറ്റാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഉപ്പേരിയായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ധാരാളം ഗുണഗണങ്ങൾ അടങ്ങിയ നാര് കൂടുതൽ, ഫൈബറും നാരും ഇതൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ എപ്പോഴും ഇതൊന്ന് ഉപ്പേരി കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് വിശക്കൊന്നുമില്ല, നമുക്കിങ്ങനെ വയറ് നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. പിന്നെ മഴക്കാലത്ത് ചിലരൊക്കെ മഴക്കാലത്ത് ഇത് വെക്കൂല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. കാരണം തണുപ്പല്ലേ, ഗ്യാസ് കയറാനൊക്കെ സാധ്യതയുണ്ട്. ശരീരം തണുക്കാൻ അധികം വേനൽക്കാലത്താണല്ലോ കൂടുതലായിട്ട് എല്ലാവരും ഇത് ജ്യൂസൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. പക്ഷേ ഞാനിത് എനിക്ക് എപ്പോൾ കിട്ടിക്കഴിഞ്ഞാലും ഞാനത് ഒഴിവാക്കാറില്ല കേട്ടോ. മഴക്കാലമൊന്നോ വേനൽക്കാലമൊന്നോ ഒന്നും നോക്കാറില്ല. കുട്ടികൾക്കാണെങ്കിലും ഇത് ഇഷ്ടമാണ്, അവരും കഴിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോൾ കിട്ടിയാലും ഉപ്പേരിയായിട്ട് തന്നെയാണ് കേട്ടോ വെക്കാറ്. പിന്നെ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ അതൊക്കെ എണ്ണയിൽ കുറച്ച് മുക്കി പൊരിച്ച് എടുക്കുന്നത് കൊണ്ട് ഞാൻ അധികവും ഉപ്പേരി വെക്കാൻ തന്നെയാണ് ശ്രമിക്കാറ്. അപ്പോൾ ഇതാ ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുക്കാൻ കുറച്ച് താമസമുണ്ട്, കുറച്ച് പണിയുണ്ട്. നമ്മളിത് ചെറുതായി അരിഞ്ഞെടുക്കുന്നത്. പിന്നെ തലേ ദിവസമൊക്കെ നമുക്ക് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ വെക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതാ മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് പിന്നെ ഇതിലേക്ക് തേങ്ങയാണ് കേട്ടോ. തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും അതുപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും പച്ചമുളക്, പഴുത്ത മുളകായിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നത്, അതുകൊണ്ട് കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളത് നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും.
അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. പിന്നെ ഈ സമയത്ത് ചെറിയുള്ളി ഇഷ്ടമുള്ളവർക്ക് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചെറിയുള്ളി ചേർക്കുന്നില്ല, ഇത്രയും സാധനം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കരുത്, മഷി പോലെ ഒന്ന് അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുക്കുക. നമ്മുടെ ചമ്മന്തിയൊക്കെ അരക്കുന്ന ആ ഒരു പരുവത്തിൽ ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഇത് ഞാൻ ഒന്ന് ആ തേങ്ങയുടെ കൂട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പേരി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മൺചട്ടിയാണ് കേട്ടോ ഏറ്റവും നല്ലത്. മൺചട്ടി ചൂടാക്കുക, അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ വെച്ചാലാണ് കേട്ടോ ഇത് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അതൊന്ന് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരല്പം കറിവേപ്പിലയും കൂടെ. അങ്ങനെ കടുകും കറിവേപ്പിലയൊക്കെ ഒന്ന് പൊട്ടി മൂത്ത് വരുമ്പം നമുക്കതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയുടെ പിണ്ടി, വാഴക്കാമ്പ് എന്ന് പറയും കേട്ടോ, ഞങ്ങൾ കാമ്പ് എന്നാണ് പറയുക. അപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കാമ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ അരിയുമ്പോൾ എങ്ങനെയായാലും നല്ല വെള്ള കളറുണ്ടായിരുന്ന ഈ വാഴപ്പിണ്ടി കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു കളറൊക്കെ മാറി വരും കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോഴൊക്കെ തീ സിമ്മിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത്, നമുക്ക് വെള്ളം ഒഴിക്കേണ്ടതില്ല കേട്ടോ, അല്പം ഉപ്പും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി ഇളക്കി ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീ ഫുൾ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി കുറേ സമയത്ത് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനാബിൾ ചെയ്തിടണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.